കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർടിഒ ജെൻസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കും. അനധികൃത പണം കൈപ്പറ്റിയോ എന്ന് കണ്ടെത്താൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. വിജിലൻസിന് നൽകാനാണെന്ന് പറഞ്ഞ് ജെൻസൺ സഹപ്രവർത്തകരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നുമാണ് കണ്ടെത്തൽ. ചെല്ലാൻ റൂട്ടിലോടുന്ന ഒരു ബസ്സിൻ്റെ അതിൻ്റെ ടെമ്പററി പെർമിറ്റോട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഫൈൻ അടച്ചെങ്കിലും അതിൻ്റെ വേണ്ട റിക്കർഡ് എമൗണ്ട് അടച്ചെങ്കിലും അത് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. നമ്മുടെ പരാതി വന്നിരുന്നു. അപ്പോൾ DYSP എടുത്ത് വിട്ടു. അപ്പോൾ DYSP അത് മൊഴി രേഖപ്പെടുത്തി അത് സർവൈലൻസ് നടത്തി കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വഴിയിൽ വെച്ചിട്ട് ഈ 2 ഏജൻസ് ഉണ്ട്. അതിൽ ഒരു രാമപ്പടിയാരും ഒരു സജി. അതിൽ സജി എന്ന ഈ ഏജൻറ്റ് ഇയാളുടെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പോൾ അവരെ ഇന്നലെ പിടിച്ചു. അവരെ പിടിച്ച് ചോദ്യം മനസ്സായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ RTOയും പിടിച്ചിട്ടുണ്ട്. റെയ്ഡ് ഇന്നലെ അദ്ദേഹത്തിൻ്റെയും മറ്റേ ഏജൻസിൻ്റെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. റെയ്ഡ് നടത്തിയതിലിപ്പോൾ ഇന്നിപ്പോൾ ഒരു 74ഓളം കുപ്പികൾ, ചെറുതും വലുതായിട്ടുള്ള 74ഓളം കുപ്പികൾ മദ്യം, വിദേശ മദ്യശേഖരം, അതും നല്ല ബ്രാൻഡഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മദ്യക്കുപ്പികൾ കിട്ടിയിട്ടുണ്ട്, മദ്യം കിട്ടിയിട്ടുണ്ട്. പ്ലസ് 80 ലക്ഷത്തിൽ പരം രൂപയുടെ ഡെപ്പോസിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 64,000-ഓളം രൂപ ക്യാഷ്, ലിക്വിഡ് ക്യാഷ് പിന്നെ ചുരുട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കവറിൽ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ജേഴ്സൻ്റെയാണ്? ജേഴ്സൻ്റെയാണ്. ജേഴ്സൻ്റെ വീട്ടിൽ കിട്ടിയ കാരണം പറയുന്നത് 80 ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപം, അതോടൊപ്പം തന്നെ 64,000 രൂപ, അതോടൊപ്പം 84 മദ്യക്കുപ്പി അല്ലേ? 74 മദ്യക്കുപ്പികൾ. പിന്നെ കുറച്ച് ലാൻഡ് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദ്യക്കുപ്പി കൈക്കൂലി ഇനത്തിൽ വാങ്ങിയാണോ? അങ്ങനെയാണെന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനത്തെ കക്ഷികളുടെ അദ്ദേഹം മദ്യം കുപ്പികൾ വാങ്ങിക്കാറുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതിപ്പോൾ നമ്മൾ മദ്യക്കുപ്പികൾ ഇപ്പോൾ ഇളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള കൈക്കൂലി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് പരാതികളുണ്ടായിരുന്നു, മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് പരാതികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മളെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പരാതിയായിട്ട് എത്തുന്നത്. നിലവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൻ്റെ ആംഗിൾ അട്രാക്റ്റ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും വിജിലൻസ് ഡയറക്ടർ സാറേയും DIG കാർത്തിക് സാറെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങൾ ഒരാൾ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനുള്ള മറ്റ് നടപടിക്രമങ്ങളിലൂടെ നമ്മുടെ അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, വളരെ നല്ല കാര്യമാണ് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത്തരം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി വന്നാൽ ഒരു വകുപ്പുതല അന്വേഷണവും ഒരു വകുപ്പുതല സസ്പെൻഷനും കഴിഞ്ഞ് അവർ ഇതിലും ഭംഗിയായി സർവീസിലേക്ക് തിരിച്ചെത്തുകയും വീണ്ടും ഇതുപോലെ മദ്യക്കുപ്പികളും കാശുകളും ഒക്കെ വാങ്ങി അഴിമതി നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മാതൃകാപരമായ ശിക്ഷാ നടപടി ഈ ജെർസന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് ഇവിടെ ആവശ്യം. കാരണം ഒരുപാട് പേർ വരുന്ന ഒരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ RTO എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നത്. മാത്രമല്ല ഇത് വളരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ കൈക്കൂലി ഇയാൾ വാങ്ങിയത്. ഏജന്റ് മുഖേനയാണ് കൈക്കൂലി ഇയാൾ തരപ്പെടുത്തിയത്. മാത്രമല്ല ഇയാൾ മറ്റൊരു കാര്യവും കൂടി ചെയ്തു. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. അതായത് ഇയാളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞു ഇത്തരത്തിലുള്ള പരിശോധന ഒഴിവാക്കും, ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട പരിശോധന ഒഴിവാക്കാം, അപ്പോൾ വിജിലൻസിന് കൃത്യമായിട്ടുള്ള പടി കൊടുക്കണം, അതുകൊണ്ട് പണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരിൽ നിന്നും ഇയാൾ പണം പിരിച്ചു. ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം പണം പിരിച്ചു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് ഇതൊന്നും അറിയുന്നില്ല. വിജിലൻസ് അങ്ങനെ പരിശോധനയ്ക്ക് പോകുന്നു. അങ്ങനെ വാളയാറിൽ ഉൾപ്പെടെ പരിശോധന നടത്തുമ്പോൾ അവിടുത്തെ ഒരു ആൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ സ്ഥിരം പരിശോധന നടത്തുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരുന്നില്ലേ എന്ന തരത്തിലുള്ള ചോദ്യം വന്നപ്പോഴാണ് വിജിലൻസ് അമ്പരന്ന് പോയത്. കാരണം അത്തരത്തിൽ ഒരു നീക്കമാണ് ഈ ജേഴ്സൺ നേതൃത്വത്തിൽ നടത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും വ്യക്തമാകുന്നത്. ഇയാൾ നിസ്സാര പോസ്റ്റല്ല, സാധാരണ നിലയിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല, ഈ RTO പോസ്റ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇത്തരത്തിലൊരു പരാതി വരുന്നത്. തുടർന്ന് അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. ഇയാളുടെ വീട്ടിൽ നിന്നും മറ്റ് ഇയാളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്നും പിടിച്ചത് 74 കുപ്പിയോളം വിദേശ മദ്യമാണ്. അതായത് ഇയാൾ കൈക്കൂലി ഇനത്തിൽ പണവും മദ്യവും വാങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ വ്യക്തമായിരിക്കുന്നത് 80 ലക്ഷം രൂപയുടെ നിക്ഷേപ രേഖകൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനിൽ ഇത്രയധികം ലക്ഷം രൂപയുടെ ഒരു നിക്ഷേപം എന്ന് പറയുമ്പോൾ അതിൽ ഇനിയും കൂടുതലുണ്ട്. ഇനിയും ലാൻഡ് പ്രോപ്പർട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ
വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം സ്വാഭാവികമായിട്ടും ഇയാൾ നടത്തി, ഇയാളുടെ ശമ്പളത്തിന് അപ്പുറം നിൽക്കുന്ന സ്വത്ത് സമ്പാദനം നടത്തി, അത് ഇത്തരത്തിലുള്ള കൈക്കൂലി പണത്തിലൂടെയാണെന്നാണ് വിജിലൻസിന് ബോധ്യമാകുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് വിജിലൻസിന്റെ റേഞ്ച് എസ് പി അല്പസമയം മുമ്പ് എസ് ശശിധരൻ നമ്മളോട് മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചത്. എന്തായാലും ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഇയാളുടെ സസ്പെൻഷൻ ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സാധാരണഗതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറകം ഓട്ടോമാറ്റിക്കൽ സസ്പെൻഷനാണ്, ഇല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകും. എന്തായാലും വരും മണിക്കൂറുകളിൽ അത് ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് മദ്യം കൈവശം വെച്ചതിന് റിപ്പോർട്ട് നൽകുന്ന അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും. അങ്ങനെ കൂടുതൽ നടപടികൾ ക്രമങ്ങളിലേക്ക് ഇതിന്റെ ഭാഗമായി തന്നെ പോകുമെന്ന് വ്യക്തമാണ്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു സസ്പെൻഷൻ വരുന്നു, കേസ് വരുന്നു, അത്തരം കാര്യങ്ങൾ ഉണ്ടായ ശേഷം വീണ്ടും അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത് ഒരു ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. അത്തരം ചില സന്ദർഭങ്ങൾ ഇതിനു മുൻപ് നമുക്ക് ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇത് താഴെത്തട്ടിലെ ഒരു ഉദ്യോഗസ്ഥനെ മറിച്ച് ഉന്നത ഉദ്യോഗസ്ഥനാണ് ഈ RTO ജേഴ്സൺ എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ മുൻപും ഇത്തരത്തിലുള്ള പരാതികളും പരാമർശങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് വകുപ്പിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ ശക്തമാക്കാനാണ് വിജിലൻസ് നീക്കം.